ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ ഞങ്ങളൊരു വീഡിയോ ഇടുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം വീഡിയോ ഇങ്ങനെ ഇടണമെന്നല്ല കേട്ടോ വിചാരിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. അപ്പം ഞങ്ങൾ ഒരുപാട് വിഷമിച്ച അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു കേട്ടോ അത്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല ഗൈസ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു ബേബിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പനി വരും. പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ കൂടും കേട്ടോ. ഇപ്പോൾ പനിയുടെ സീസണാണല്ലോ, അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനി വന്നു കേട്ടോ. അങ്ങനെ അവനും പനി വന്നു. പക്ഷെ ആ പനി 2 ദിവസം കൊണ്ട് മാറി. പിന്നെ അവന് പനി വന്നത് നമുക്ക് മനസ്സിലായിട്ടോ. കാരണം നമ്മൾ അവനെ ഒരു 1 മന്ത് മുതൽ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവന് പെട്ടെന്ന് പനി വന്നാൽ നമുക്ക് അറിയും. അതായത് യാതൊരു കുഴപ്പമില്ലാതെ കോൾഡോ ചുമയോ ഒന്നുമില്ലാതെ ഒരു പനി വന്നാൽ, പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പനിയൊന്നുമില്ല കേട്ടോ ഗൈസ്. 103ഉം 104ഉം അങ്ങനെയൊക്കെ പനിയാവും കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം കുറച്ച് അധികമായി ഒരുപാട് ഇഞ്ചെക്ഷൻസും ആൻറ്റിബയോട്ടിക്കും ഒക്കെ കയറ്റേണ്ടി വന്നു കേട്ടോ. സിസ്റ്റർമാരാണെങ്കിലും എല്ലാവരും കുഞ്ഞു കുട്ടിയല്ലേ. അപ്പം നമുക്ക് ഭയങ്കര സങ്കടമാണ് അവനെ കിടക്കേണ്ടത്. പെട്ടെന്ന് തന്നെ കൈ ബൾജാവും. ആൻറ്റിബയോട്ടിക് അത്രയും ഡോസുകളാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഈ അസുഖത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കാരണം അത് ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരുവിധം ഈ അസുഖം ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നത് ഞങ്ങളും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഹോസ്പിറ്റൽ ഡേയ്സ് അറിയാലോ ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചക്ഷൻ മാറി കുത്ത് അതന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും പാടെ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആളുടെ പനിയൊക്കെ മാറിയപ്പോൾ ആൾ കുറച്ച് ഹാപ്പി ആയിട്ടോ ഗൈസ്. അവനെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് അമൃത ഹോസ്പിറ്റലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എല്ലോനട ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് 7 days ഇവിടെ കിടന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഗൈസ്. കുഞ്ഞാവ പെട്ടെന്ന് ഓക്കെ ആവാൻ വേണ്ടി. ഇപ്പം അവൻ കാണാൻ പ്രത്യക്ഷത്തിൽ അവന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ കൂടെ അവനൊരു കുഞ്ഞ് സർജറി ഒക്കെ വേണമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.